ഇന്ന് ഇന്ത്യ പാകിസ്ഥാൻ അടിച്ചതിന് ശേഷം നമ്മുടെ റിയാസ് സലീമിന് ഭയങ്കര വിഷമം. എന്താ സംഭവം പറ കേക്കട്ടെ. ഭീകരവാദത്തെയാണ് നമ്മൾ അടിച്ചത്, അല്ല ലോക്കൽസ് ആയിട്ട് ഒരു മനുഷ്യനെ അടിച്ചിട്ടില്ല. പിന്നെ റിയാസ് സലീമിന്റെ ഒരു കാഴ്ചപ്പാടിൽ ഈ തീവ്രവാദികൾ എന്നൊക്കെ പറയാൻ നേരത്തെ രാവിലെ എഴുന്നിട്ട് കുളിച്ചൊരുങ്ങി 4 സെറ്റ് പുട്ടിയും ലിപ്സ്റ്റിക്കും ഇട്ടിട്ട് ഈ ഭരതനാട്യത്തിന്റെ എക്സ്പ്രഷനും ഇട്ട് റീൽസ് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടുകൊണ്ടിരിക്കുന്നവരല്ല. വണ്ടി എടുക്കട്ടെ മോളെ. നമ്മുടെ പട്ടാളക്കാര് അവിടെ LOCയില് ഇതേ പാകിസ്ഥാന്റെ തിരിച്ചടിയല്ല, വെറും ഭീരുത്വം അവിടെ ഷെല്ലാക്രമണം നടത്തി നമ്മളെ സിവിലിയൻസിനെ കൊന്നൊടുക്കുകയാണ്. ഇന്നത്തെ മീഡിയ ബ്രീഫിംഗിൽ ഇന്ത്യ എവിടെയും പറഞ്ഞിട്ടില്ല ഒരു സിവിലിയൻ ഡെത്ത് ഉണ്ടായി എന്നുള്ളത്, ഒരു സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായിരുന്നു. അത്രയും പ്രിസൈസ് ആയിട്ടാണ് ഇന്ത്യ തിരിച്ചടി. സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. ചിലപ്പോൾ അത് അറിഞ്ഞു കാണില്ല. നിങ്ങൾക്കൊക്കെ പാകിസ്ഥാനിലുള്ള കാഷ്വാലിറ്റീസിനെ കുറിച്ച് മാത്രമേ അറിയൂ. നിങ്ങളിപ്പോ ഈ കാണിക്കുന്നത് മുഴുവൻ ശുദ്ധ പോക്കർത്തരാട്ടോ. കാരണം ഇവൻ എവിടെങ്കിലും പോയാൽ അടി ഉറപ്പല്ല. പാകിസ്ഥാൻ ടെററിന്റെ ഫേസിനാണ് ഇന്ത്യ തിരിച്ചടിച്ചത്. യെസ്, ഇറ്റ്സ് എ റിവെഞ്ച്. അതെ, പാകിസ്ഥാൻ പടച്ചുവിടുന്ന ഫേക്ക് സാധനങ്ങൾ കൊണ്ടുവന്നിരുന്നിട്ട് വി ആർ ദി പോളിഷ്ഡ് ഫേസ് ഓഫ് പ്രോഗ്രസീവ്നെസ്. ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയോ? അവന്റെ മുഖം പിടിച്ചിട്ട് തേക്കാത്ത ചുമരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടങ്ങോട്ട് ഒരിക്കൽ അടിച്ച തിരിച്ചടി ഉറപ്പാണ്, അത് എവനാണെങ്കിലും കൊടുത്തിരിക്കും. റിയാസ് സലീം തൽക്കാലം ആ AC ഒക്കെ ഓണാക്കി ആ മോഹിനിയാട്ടത്തിന്റെ എക്സ്പ്രഷൻ ഇട്ടിട്ട് അടുത്ത ലിപ്സ്റ്റിക്കിന്റെ പ്രൊമോഷൻ പിടിക്കും. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി റോഡിൽ പോട്ടെ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.